ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് 2007 റിലീസായ ദ മാൻ ഫ്രം എർത്ത് എന്ന അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ഡ്രാമ മൂവിയുടെ എക്സ്പ്ലനേഷൻ ആണ്. നോർമലായ ഒരു മനുഷ്യൻ എത്ര വർഷം ജീവിക്കും? 80 അല്ലെങ്കിൽ 100, 150 എന്ന് വെച്ചോ. എന്നാൽ ഇവിടെ ഒരാൾ 14,000 വർഷങ്ങളായി ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അയാൾ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്നുള്ളതാണ് ഈ മൂവിയുടെ മുഴുവൻ കഥ. മൂവി തുടങ്ങി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് വലിയ ട്വിസ്റ്റുകളാണ് ഇതിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. ആ ട്വിസ്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും നാൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം തെറ്റായിരുന്നോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോവും. ദൈവവിശ്വാസികൾക്ക് ഈ മൂവി അധികം ഇഷ്ടമാവില്ല. അതുകൊണ്ട് ഫ്രണ്ട്സ്, ഇതൊരു മൂവി സ്റ്റോറി മാത്രമാണെന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ മൂവി കാണുക. സോ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് കടക്കാം. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണൂ. യു ആർ വാച്ചിങ് എക്സ്പ്ലനേഷൻ ഫയൽസ്. ജോൺ എന്ന പേരുള്ള ഇയാൾ ഒരു കോളേജിൽ 10 വർഷമായി പ്രൊഫസറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജോബ് റിസൈൻ ചെയ്ത് ഈ നാട്ടിൽ നിന്നും വേറെ ഒരു നാട്ടിലേക്ക് പോവാനായി നിൽക്കുകയാണ് അയാൾ. അതിനുവേണ്ടി വീട്ടിലുള്ള സാധനങ്ങളെല്ലാം കാറിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം കുറച്ചാളുകൾ അങ്ങോട്ട് വരികയാണ്. അത് വേറെ ആരുമല്ല, ജോണിന്റെ കൂടെ കോളേജിൽ വർക്ക് ചെയ്യുന്ന മറ്റു പ്രൊഫസർമാരാണ്. എന്താണ് ജോൺ, പാക്കിംഗ് എല്ലാം എവിടെ വരെയായി? നിനക്കെന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? ഹെൽപ്പ് ചെയ്താൽ നല്ലതായിരുന്നു എന്ന് പറയുന്നതും അവർ പാക്ക് ചെയ്യാൻ ജോണിനെ ഹെൽപ്പ് ചെയ്യുകയാണ്. ജോൺ, നീ റിസൈൻ ചെയ്തിട്ട് വെറും 3 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അതിനുള്ളിൽ എന്തിനാണ് തിരക്കിട്ട് ഇവിടെ നിന്നും പോകുന്നത്? ഞങ്ങളോടൊന്നും ഒരു വാക്കുപോലും നീ പറഞ്ഞില്ലല്ലോ. അത് വേറൊന്നുമല്ല, എനിക്ക് ഗുഡ് ബൈ പറയുന്നത് ഇഷ്ടമല്ല എന്ന് പറയുകയാണ് ജോൺ. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾക്കത് ഇഷ്ടമാണ്. വീടിനകത്തേക്ക് വാ, ഒരു ഗുഡ് ബൈ പാർട്ടി ഞങ്ങൾ സെറ്റപ്പ് ആക്കാം. അതിനുശേഷം പോവാമെന്ന് പറയുകയാണ് അവർ. ആ കൂട്ടത്തിൽ എഡിത്ത് എന്ന് പേരുള്ള ഒരു ഹിസ്റ്ററി പ്രൊഫസർ ഉണ്ടായിരുന്നു. ദൈവത്തിലും ക്രിസ്ത്യാനിറ്റിയിലും വളരെയധികം വിശ്വസിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു അവർ. ജോൺ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്കിടയിൽ നിന്നും ഒരു പെയിന്റിംഗ് എടുക്കുകയാണ് അവർ. ഓ മൈ ഗോഡ് ജോൺ, ഇത് വാൻഹോയുടെ പെയിന്റിംഗ് പോലെയുണ്ടല്ലോ. എന്നാൽ ഇത് ഫേക്ക് ആണെന്ന് എനിക്കറിയാം. ഇതിന്റെ ഒറിജിനൽ നിനക്ക് കിട്ടാൻ ഒരു ചാൻസുമില്ല. സപ്പോസ് ഇത് ഒറിജിനൽ ആണെങ്കിൽ $1 മില്യൺ ഇതിന് വില വരും. ഈ സമയത്തിനുള്ളിൽ തന്നെ നീ ഇത് വിറ്റ് കാശാക്കിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു ചിരിക്കുകയാണ് എഡിത്ത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അത് ഫേക്ക് പെയിന്റിംഗ് ആണ് എന്ന് പറയുകയാണ് ജോൺ. സോ നാളെ ജോൺ വേറെ ഒരു നാട്ടിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി അവർ ജോണിന് വേണ്ടി ഒരു ഫെയർവെൽ പാർട്ടി ജോണിന്റെ വീട്ടിൽ സെറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡ്രിങ്ക്സ് എല്ലാം കഴിച്ച് ഓരോ കാര്യങ്ങൾ സംസാരിച്ച് അവർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജോൺ അവിടെയുള്ളവരോടായി ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു മനുഷ്യന് 10,000 വർഷങ്ങൾക്കപ്പുറവും ജീവനോടെ ഇരിക്കാനാവുമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഹാരി എന്ന ഒരു ബയോളജി പ്രൊഫസർ അതിന് മറുപടി പറയുകയാണ്. ജോൺ, മനുഷ്യർക്കൊരിക്കലും 10,000 വർഷങ്ങളൊന്നും ജീവിക്കാനാവില്ല. നോർമലായി മനുഷ്യന് ഈസിയായി 190 വയസ്സ് വരെ ജീവിക്കാനാവും. എന്നാൽ ഇപ്പോൾ ഭൂമിയിലെ പൊല്യൂഷൻ, കഴിക്കുന്ന ഭക്ഷണങ്ങളിലെ മായം, സിഗരറ്റ്, ഡ്രിങ്ക്സ് ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് 50 വർഷങ്ങൾ ജീവിച്ചാൽ തന്നെ അത് ഭാഗ്യമാണ് എന്ന് പറയുകയാണ്. അല്ല ജോൺ, എന്തിനാണിപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്? ആക്ച്വലി ഞാൻ അങ്ങനെ ഒരു മനുഷ്യനാണ്. 14,000 വർഷങ്ങളായി ഞാൻ ഭൂമിയിൽ ജീവിക്കുന്നു. എനിക്ക് മരണം സംഭവിക്കുന്നില്ല എന്ന് ജോൺ പറയുന്നതും അവരെല്ലാവരും ചിരിക്കാൻ ആരംഭിക്കുകയാണ്. എന്താണെന്നാൽ അവൻ പറയുന്നത് പച്ച കള്ളമാണെന്ന് അവർക്ക് അറിയാമായിരുന്നു. എന്താണെന്നാൽ അവരാരും നോർമൽ ആളുകളല്ല. ഓരോ സബ്ജക്റ്റിലും PhD എടുത്തിരിക്കുന്ന വലിയ പ്രൊഫസർമാരാണ്. ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് അങ്ങനെ ഓരോ സബ്ജക്റ്റിലും എക്സ്പെർട്ടാണ് അവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരും. അവരോട് താൻ 14,000 വർഷങ്ങളായി ഭൂമിയിൽ ജീവിക്കുന്നു എന്ന് പറയുകയാണ് ജോൺ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് നിന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഓരോ ചോദ്യങ്ങളായി ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. ജോണും അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 14,000 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഗുഹയിലായിരുന്നു ജീവിച്ചിരുന്നത്, ഒരു കാട്ടുവാസിയായി. ഒരുപാട് ആളുകൾ അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. വേട്ടയാടുക, ഭക്ഷിക്കുക, ഇത് മാത്രമായിരുന്നു ഞങ്ങളുടെ ജീവിതം. എന്റെ കൂടെ അന്നുണ്ടായിരുന്നവരെല്ലാം വയസ്സായി മരണപ്പെട്ടുപോയി. എന്നാൽ ഞാൻ അതുപോലെ തന്നെ ഇരുന്നു. അപ്പോഴാണ് എന്റെ ഉള്ളിൽ എന്തോ ശക്തിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിനക്ക് എങ്ങനെയാണ് ഇത്രയും വർഷങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നത്? ആക്ച്വലി എനിക്കിതിൽ 3/4 ഭാഗവും ഓർമ്മയില്ല, മറന്നുപോയി. എന്റെ അച്ഛൻ ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഈ 14,000 വർഷങ്ങൾക്കിടയിൽ ഞാൻ ഒരുപാട് ആളുകൾക്കൊപ്പം ജീവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഡ്രാക്കുള, വാമ്പയർ എന്നെല്ലാം കേട്ടിട്ടില്ലേ? മനുഷ്യരക്തം കുടിച്ച് ഒരുപാട് വർഷങ്ങൾ ജീവിക്കുന്നവർ. ആക്ച്വലി അതൊരു കെട്ടുകഥയാണ്. എന്നാൽ അതിന് കാരണം തന്നെ ഈ ഞാനാണ്. ജോൺ ഇത് പറയുന്നതും എല്ലാവരും ആശ്ചര്യത്തോടെ ജോണിനെ നോക്കുകയാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു സ്ഥലത്ത് ജീവിച്ചു പോരുകയായിരുന്നു. എന്നാൽ അവിടെയുള്ള ആളുകൾ ഞാൻ വ്യത്യസ്തനാണ്, എനിക്ക് വയസ്സാവുന്നില്ല എന്ന കാര്യം കണ്ടുപിടിക്കുകയാണ്.
അതെന്റെ ഒരു പവറാണ്. എന്നാൽ അവർ വിചാരിച്ചത് എന്താണെന്നാൽ ഞാൻ മറ്റു ആളുകളെ ലൈഫ് മോഷ്ടിച്ച് ഒരുപാട് വർഷങ്ങൾ ജീവിക്കുന്ന ചെകുത്താനാണ് എന്ന് പറഞ്ഞ് എന്നെ ആ നാട്ടിൽ നിന്നും ആട്ടിയോടിച്ചു. എങ്ങനെയോ ജീവൻ രക്ഷപ്പെട്ട് ഞാൻ അവിടെ നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോയി. ഈ ഒരു കാര്യമാണ് ആളുകൾ പറഞ്ഞു പറഞ്ഞ് വാമ്പയർ, ഡ്രാക്കുള എന്നെല്ലാമുള്ള കഥകളിലേക്ക് എത്തിയത്. അങ്ങനെയാണ് ഡ്രാക്കുള എന്ന പേരുള്ള ക്യാരക്ടർ തന്നെ ഉണ്ടാവുന്നത്. ഇത് കേൾക്കുന്നതും അവിടെയുള്ളവരെല്ലാം അത്ഭുതപ്പെടുകയും വിശ്വസിക്കാൻ കഴിയുന്ന എന്തെങ്കിലും പറയൂ ജോൺ എന്ന് പറയുകയും ചെയ്യുന്നു. ഞാൻ ഈ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. നീ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുപാട് ബുക്കിലുണ്ട്. അത് വായിച്ച ആർക്കു വേണമെങ്കിലും ഇങ്ങനെയുള്ള കഥകൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അവിടെയുള്ള ആരും തന്നെ ജോൺ പറയുന്നതൊന്നും വിശ്വസിക്കുന്നില്ല. എന്നാൽ താൻ പറയുന്നതെല്ലാം സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജോൺ. ഇത് കാണുന്ന അവിടെയുള്ള ഒരാൾ ഡോക്ടർ വിൽ എന്ന് ഒരാളെ വിളിക്കുന്നു. ഡോക്ടർ, നിങ്ങൾ എത്രയും വേഗം ഇങ്ങോട്ട് വരണം. ഞങ്ങളുടെ ഫ്രണ്ട് ജോൺ എന്നു പേരുള്ളയാൾക്ക് ഇത്രയും ദിവസങ്ങൾ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അയാൾ 14,000 വർഷങ്ങളായി ഭൂമിയിൽ ജീവിക്കുന്നു എന്നെല്ലാമാണ് പറയുന്നത്. ആദിവാസിയായിരുന്നു, ഗുഹയിൽ താമസിച്ചു, അങ്ങനെ പരസ്പര ബന്ധമില്ലാതെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അതുകൊണ്ട് ഡോക്ടർ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. ലൊക്കേഷൻ ഞാൻ അയച്ചിട്ടുണ്ട് എന്ന് ഫോൺ ചെയ്ത് പറയുകയാണ് അയാൾ. അതിനുശേഷം എല്ലാവരും കൂടെ ജോണിനോട് സംസാരിക്കാൻ ആരംഭിക്കുകയാണ്. ജോൺ, നീ ഏതെങ്കിലും പുസ്തകം വായിച്ചിരുന്നോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം ചോദിച്ച് അവനെ ഒരു മെന്റലിനെ പോലെ ട്രീറ്റ് ചെയ്യുകയാണ്. ഇത് നോക്ക്, എനിക്ക് ഭ്രാന്തൊന്നുമില്ല. നിങ്ങളിങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാമോ, ഞാൻ താമസിക്കുന്ന ഒരു നാട്ടിലും 10 വർഷത്തിൽ കൂടുതൽ ഞാൻ താമസിക്കാറില്ല. ഈ നാട്ടിലേക്ക് വന്ന് കോളേജിൽ പ്രൊഫസറായി ജോയിൻ ചെയ്തിട്ട് ഇന്നേക്ക് 10 വർഷമാവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ റിസൈൻ ചെയ്ത് വേറെ നാട്ടിലേക്ക് പോകുന്നത്. അങ്ങനെയാണോ ജോൺ? എന്നാൽ നിന്റെ അഡ്രസ് എനിക്ക് താ. 10 വർഷം കഴിഞ്ഞ് ഞാൻ നിന്നെ വന്ന് കാണാം. അപ്പോൾ മനസ്സിലാവുമല്ലോ നിനക്ക് പ്രായമാവുന്നുണ്ടോ എന്ന്. ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയാൽ നിങ്ങൾക്ക് ഒരിക്കലും എന്നെ കണ്ടുപിടിക്കാനാവില്ല. എന്താണെന്നാൽ വേറെ നാട്ടിലേക്ക് പോയാൽ ഞാൻ എന്റെ അഡ്രസ്, ഐഡന്റിറ്റി എല്ലാം ചേഞ്ച് ചെയ്യും. അങ്ങനെ ഒരിക്കൽ ഐഡന്റിറ്റി ചേഞ്ച് ചെയ്യാതിരുന്നത് കൊണ്ട് 1862 ബെൽജിയത്തിലെ ഒരു ജയിലിൽ 1 വർഷത്തോളം പിടിച്ചിട്ടു. ഇങ്ങനെ 200 വർഷങ്ങൾക്ക് മുൻപ് താൻ ജയിലിൽ കിടന്നിട്ടുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്ന അവിടെയുള്ളവർക്ക് അത് വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ്. എന്നാലും അവർ ഓരോ ചോദ്യങ്ങളായി ജോണിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ജോൺ, നീ പറയുന്നതെല്ലാം സത്യമാണെങ്കിൽ 7000 വർഷങ്ങൾക്ക് മുൻപ് നീ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ശരി, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. കറക്റ്റ് 6 വർഷം 3 മാസങ്ങൾക്ക് മുൻപ് നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അത് എനിക്ക് കറക്റ്റായി ഓർമ്മയില്ല. അതുപോലെ തന്നെയാണ് എന്റെ കാര്യവും. ഈ 14,000 വർഷങ്ങൾക്കിടയിൽ അവിടെയും ഇവിടെയുമായി കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അത്ര ഡീറ്റെയിൽ ആയി എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുകയാണ് ജോൺ. അങ്ങനെ ജോൺ നടക്കുന്നതും ഹാരി എന്ന പേരുള്ള ബയോളജി പ്രൊഫസർ ജോണിനെ പിറകിൽ നിന്നും പിടിക്കുകയാണ്. എന്നാൽ ജോൺ അവന്റെ ചില കരാട്ടെ മൂവ്മെന്റ്സ് കാണിച്ച് ഹാരിയെ തള്ളി താഴെയിടുകയാണ്. ഇത് നോക്ക് ഹാരി, ഞാനൊരു സൂപ്പർ ഹീറോ ഒന്നുമല്ല. എനിക്ക് പുറകിൽ കണ്ണുമില്ല. ഞാനും നിങ്ങളെ പോലെ തന്നെ സാധാരണ മനുഷ്യനാണ്. എനിക്ക് പ്രായമാവുന്നില്ല, അത് മാത്രമേ വ്യത്യാസമുള്ളൂ എന്ന് പറയുകയാണ് ജോൺ. ശരി, നീ കാട്ടുവാസികളുടെ കൂടെ ജീവിച്ചിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞത്? അവരുടെ കൂടെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് അവർ ചോദിക്കുമ്പോൾ, എനിക്ക് ചില കാര്യങ്ങൾ ഓർമ്മയുണ്ട്. ഞാനൊരു കാട്ടുവാസി ഗ്രൂപ്പിന്റെ കൂടെയാണ് ജീവിച്ചു കൊണ്ടിരുന്നത്. ഏതൊക്കെ മൃഗങ്ങളെയാണ് നമ്മൾ വേട്ടയാടി കഴിക്കേണ്ടതെന്ന് അവരാണ് എനിക്ക് പറഞ്ഞു തന്നത്. ഞങ്ങൾ താമസിക്കുന്ന ഗുഹയിൽ വേട്ടയാടേണ്ട മൃഗങ്ങളുടെ ചിത്രങ്ങൾ വരഞ്ഞിടാറുണ്ട്. ആ ചിത്രങ്ങൾ നോക്കി അതിൽ കാണുന്ന മൃഗങ്ങളെയാണ് ഞങ്ങൾ വേട്ടയാടി കഴിച്ചിരുന്നത്. അങ്ങനെ ഒരിക്കൽ വേട്ടയാടുന്നതിന്റെ ഇടയിൽ ഞങ്ങളുടെ തലവന്റെ പല്ലെല്ലാം പൊട്ടിപ്പോയി. അതുകൊണ്ട് അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാതായി. ആരെങ്കിലും ചവച്ചരച്ച് കൊടുക്കുന്ന ഭക്ഷണമായിരുന്നു പിന്നീട് ആ തലവൻ കഴിച്ചിരുന്നത്. ഇത് കേൾക്കുന്നതും അവിടെയുള്ളവർക്കെല്ലാം ഒരു ഡിസ്ഗസ്റ്റിംഗ് ഫീൽ ആവുകയാണ്. അത് മനസ്സിലാക്കിയ ജോൺ അവരോടായി, സോറി, ശരിക്കും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് എന്ന് പറയുകയാണ്. ആ സമയത്തെല്ലാം കാലാവസ്ഥ എങ്ങനെയായിരുന്നു എന്നൊരാൾ ചോദിക്കുമ്പോൾ, ഒരു 3000 വർഷത്തോളം ഭൂമി തണുത്തുറഞ്ഞു കിടക്കുകയായിരുന്നു. എന്നാൽ അടുത്ത 3000 വർഷങ്ങൾ ചൂടായിരുന്നു. കാലാവസ്ഥ ഇങ്ങനെ ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരുന്നു എന്ന് പറയുകയാണ് ജോൺ. അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം ഡോക്ടർ വിൽ അങ്ങോട്ട് വരികയാണ്. അധികമൊന്നും സംസാരിക്കാതെ ജോൺ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് അയാൾ അവിടെ ഇരിക്കുന്നു. നിങ്ങളെല്ലാവരും സുമേറിയൻ സിവിലൈസേഷനെ കുറിച്ച് കേട്ടിട്ടില്ലേ? വളരെ പഴയ ഒരു സിവിലൈസേഷൻ ആണത്. അവരുടെ കൂടെ ഞാൻ ഏകദേശം 2000 വർഷത്തോളം ജീവിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്നും ട്രാവൽ ചെയ്ത് പുതിയ ഓരോ സ്ഥലങ്ങളിലേക്ക് പോവാൻ ആരംഭിച്ചു. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പുതിയ ഓരോ നാടുകൾ, പുതിയ മനുഷ്യർ, അവർ വിശ്വസിക്കുന്ന വ്യത്യസ്തമായ ദൈവങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം ഞാൻ മനസ്സിലാക്കി. ഈഡിത്ത്, നിങ്ങൾ എന്റെ കയ്യിലുള്ള ഒരു പെയിന്റിംഗ് കണ്ട ശേഷം അത് വാൻഹോയുടെ പെയിന്റിംഗ് പോലെയുണ്ടെന്നല്ലേ പറഞ്ഞത്? ആക്ച്വലി അത് ഒറിജിനൽ വാൻഹോയുടെ പെയിന്റിംഗ് ആണ്. വാൻഹോ അവരുടെ സ്വന്തം കൈകൊണ്ട് വരച്ച് എനിക്ക് ഗിഫ്റ്റായി തന്നതാണ്. അതുകൂടാതെ നിങ്ങളിപ്പോൾ ബുക്കുകളിൽ കാണുന്ന ഒരുപാട് ക്യാരക്ടേഴ്സിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഈ 14,000 വർഷങ്ങൾ കൊണ്ട് ഞാൻ ഭൂമിയിലെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്ത് പോയിട്ടുണ്ട്. അതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ഏതാണെന്നറിയാമോ? ഭൂമിയിലെ തന്നെ ഏറ്റവും ഓൾഡ് പ്ലേസും അതും തന്നെയാണ് ഇന്ത്യ. അതുപോലെ ഒരു സ്ഥലത്ത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അന്ന് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ആളുകളെല്ലാം ഭൂമിയിലെ മറ്റു ആളുകളെക്കാൾ 2000 വർഷത്തോളം അഡ്വാൻസ് ആയാണ് ജീവിച്ചിരുന്നത്. അവിടെയുള്ള വീടുകൾ, സിറ്റികൾ എല്ലാം അതിമനോഹരമായിരുന്നു.
അന്ന് ഇന്ത്യയിൽ വെച്ച് ഞാൻ ഒരാളെ കാണുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പേര് ബുദ്ധ എന്നായിരുന്നു. ഞാൻ ഇതുവരെ കണ്ട മനുഷ്യരിൽ ഏറ്റവും ജീനിയസ് ആയ മനുഷ്യനാണത്. അതുപോലെ ഒരാളെ ഞാൻ പിന്നീട് കണ്ടിട്ടില്ല. അദ്ദേഹം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. എന്നെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നില്ല. പക്ഷേ എന്നെ കണ്ടപ്പോൾ തന്നെ എന്റെ ഉള്ളിൽ എന്തോ ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അവർ മരണപ്പെടുന്നതുവരെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം ഞാൻ അമേരിക്കയിലേക്ക് പോയി. അവിടെ ഓരോ 10-20 വർഷങ്ങൾ ഞാൻ ഓരോ നാടുകളിൽ ജീവിക്കും. അതിനുശേഷം ഐഡന്റിറ്റി എല്ലാം ചേഞ്ച് ചെയ്ത് വേറെ നാടുകളിലേക്ക് പോവും എന്ന് പറയുകയാണ് ജോൺ. ഇതെല്ലാം കേട്ട് കിളിപോയിരിക്കുകയാണ് അവിടെയുള്ളവരെല്ലാം. ഈ സമയം ജോൺ വീണ്ടും സംസാരിക്കാൻ ആരംഭിക്കുന്നു. ഇത്രയും വർഷങ്ങൾക്കിടയിൽ എനിക്ക് എല്ലാ തരം രോഗങ്ങളും വന്നിരുന്നു. പക്ഷെ എനിക്ക് ഒന്നും തന്നെ സംഭവിച്ചില്ല. ശരി ജോൺ, അപ്പോൾ ഞാൻ നിന്നെ വെച്ച് ഒരു മെഡിക്കൽ ടെസ്റ്റ് എടുക്കട്ടെ. അതുപയോഗിച്ച് നീ 14,000 വർഷങ്ങളെല്ലാം ജീവിച്ചോ എന്ന് ഈസിയായി കണ്ടുപിടിക്കാനാവും. ഇത് നോക്ക് ഫ്രണ്ട്സ്, ഞാൻ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ വിട്ടേക്ക്. ഇതെല്ലാം സത്യമാണെന്ന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അതുമാത്രമല്ല, ഞാൻ പഠിക്കാത്ത സബ്ജക്റ്റുകളില്ല. എല്ലാ ഡിഗ്രിയും ഞാൻ എടുത്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ വരെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ് ജോൺ, അപ്പോൾ നമ്മുടെ ഭൂമി ഗോളാകൃതിയിൽ തന്നെയാണോ? ആകാശത്തുള്ള നക്ഷത്രങ്ങളെല്ലാം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് അതിലൊരാൾ ചോദിക്കുമ്പോൾ, ഇതെല്ലാം അറിഞ്ഞിരിക്കാൻ ഞാൻ ദൈവമൊന്നുമല്ല, നിങ്ങളെക്കാൾ ജീനിയസുമല്ല. നിങ്ങളെക്കാൾ കൂടുതൽ സമയം ജീവിക്കാൻ എനിക്ക് ഭൂമിയിൽ സാധിച്ചു. അതത്രയുള്ളൂ. പിന്നെ നമ്മുടെ ഭൂമി ഗോളാകൃതിയിൽ തന്നെയാണ്, അതിലൊരു സംശയവും വേണ്ട. പക്ഷെ നമ്മുടെ ഭൂമിയിൽ ചില പ്രത്യേക സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്നും നിങ്ങൾക്ക് താഴേക്ക് ചാടിയാൽ വീണുകൊണ്ടേ ഇരിക്കും. അത്രയും ആഴമുള്ള സ്ഥലങ്ങൾ ഭൂമിയിലുണ്ട് എന്ന് പറയുകയാണ് ജോൺ, അപ്പോൾ നിനക്ക് നിന്റെ അച്ഛന്റെ മുഖമെല്ലാം ഓർമ്മയുണ്ടോ എന്നതിലൊരാൾ ചോദിക്കുമ്പോൾ ഡോക്ടർ വിൽ അതിന് മറുപടി പറയുകയാണ്. എനിക്ക് 60 വയസ്സായി. എനിക്ക് പോലും എന്റെ അച്ഛന്റെ മുഖം ഓർമ്മയില്ല. ഇവൻ 14,000 വർഷങ്ങളായി ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇവനെങ്ങനെ ഓർമ്മയുണ്ടാവും? ഇപ്പോൾ ജോൺ പറയുന്ന ഈ കാര്യങ്ങൾ സത്യമാണോ അല്ലയോ എന്ന് ഞാൻ തെളിയിക്കാം എന്ന് പറഞ്ഞ് ഒരു ഗണ്ണെടുത്ത് ജോണിന് നേരെ ചൂടുകയാണ് ഡോക്ടർ വിൽ. ഇത് കാണുന്നതും എല്ലാവരും ഒരുപാട് ഷോക്കാവുകയാണ്. ജോൺ, നീയല്ലേ പറഞ്ഞത് നിനക്ക് മരണമില്ല എന്ന്? അതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്താലും നിനക്കൊന്നും സംഭവിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യാനായി നിൽക്കുകയാണ് ഡോക്ടർ വിൽ, എനിക്ക് പ്രായമാവുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഷൂട്ട് ചെയ്താലും മരണപ്പെടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ദയവ് ചെയ്ത് ഗൺ താഴെ വെക്കൂ എന്ന് ജോൺ പറയുന്നതും ഡോക്ടർ വില്ലും കാം ഡൗൺ ആവുകയാണ്. വീണ്ടും അവർ ജോണിനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിക്കുകയാണ്. ജോൺ, നീ ബൈബിൾ വായിച്ചിട്ടില്ലേ? അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം പണ്ട് നടന്നതാണെന്ന് പറയുന്നത് അത് സത്യമാണോ? ബൈബിളിൽ പറയുന്ന ഏതെങ്കിലും ക്യാരക്ടേഴ്സിനെ നീ കണ്ടിട്ടുണ്ടോ? ജീസസിനെ കുറിച്ച് നിനക്ക് എന്തൊക്കെ അറിയാം എന്ന് ചോദിക്കുകയാണ് അവർ. ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ട്. ജീസസിനെ കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം എന്ന് ജോൺ പറയുന്നതും, എന്ത്, നിനക്ക് ജീസസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാമെന്നോ? നീ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അവർ. ഗായ്സ്, ഞാൻ നിങ്ങളോട് ഒരു വലിയ സത്യം തുറന്നു പറയാം. ആക്ച്വലി ജീസസ് എന്ന് പറയപ്പെടുന്ന ആൾ ഞാനാണ് എന്ന് ജോൺ പറയുന്നതും അവിടെയുള്ളവരെല്ലാം ഒരുപാട് ഷോക്കാവുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഹിസ്റ്ററി പ്രൊഫസർ ഈഡിത്ത് ആണ് കൂടുതൽ ടെൻഷൻ ആവുന്നത്. കാരണം അവർ ക്രിസ്ത്യാനിറ്റിയിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ജോൺ പറയുന്നത് കേട്ടതും അവർക്ക് ഒരുപാട് ദേഷ്യമാവുന്നു. ജോൺ, നീ ഇത്ര നേരം പറഞ്ഞതുപോലെയല്ല ഇത്. ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയില്ലേ എന്ന് ദേഷ്യത്തോടെ പറയുകയാണ് ഈഡിത്ത്. ഗായ്സ്, ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്. ഞാൻ ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയം അതിനടുത്ത് ടിബറ്റ് എന്നൊരു സ്ഥലത്ത് പോയിരുന്നു. അവിടെ വെച്ച് ഒരുപാട് ട്രിക്കുകൾ ഞാൻ പഠിച്ചിരുന്നു. എത്ര വലിയ വേദനയാണെങ്കിലും അതെല്ലാം താങ്ങാനുള്ള ശക്തി ഞാൻ അവിടെ നിന്നുമാണ് പഠിച്ചത്. അതുകൂടാതെ എന്റെ ശരീരത്തിലെ എല്ലാ ഓർഗൻസിനെയും ഒരു റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഓഫ് ചെയ്യുന്നതുപോലെ ഓഫാക്കാനും ഓൺ ആക്കാനും ഞാൻ പഠിച്ചിരുന്നു. അങ്ങനെ എന്നെ കുരിശിൽ കയറ്റി ഒരുപാട് അവർ ഉപദ്രവിച്ചു. എനിക്ക് മുൻപും 1000 കണക്കിന് ആളുകളെ അങ്ങനെ അവർ കൊലപ്പെടുത്തിയിരുന്നു. എന്നാൽ ഞാൻ ഇന്ത്യയിൽ വെച്ച് അങ്ങനെ ഒരു ട്രിക്ക് പഠിച്ചതിനാൽ ഞാൻ എന്റെ എല്ലാ ഓർഗൻസിനെയും ഓഫാക്കി. ഈ സമയം ഞാൻ മരണപ്പെട്ടെന്ന് കരുതി അവർ എന്നെ അവിടെ ഉപേക്ഷിച്ചു പോയി. അങ്ങനെ 3 ദിവസത്തിന് ശേഷം ഞാൻ എന്റെ ആ പവർ ഉപയോഗിച്ച് വീണ്ടും ശരീരത്തെ ഓണാക്കി ജീവനോടെ വന്നു. അങ്ങനെ മരണപ്പെട്ട ഞാൻ ജീവനോടെ പോകുന്നത് കണ്ട ചില ആളുകൾ എനിക്കുള്ളിൽ എന്തോ ശക്തിയുണ്ട്, ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്നെല്ലാം പറഞ്ഞ് ഞാനാണ് ജീസസ് എന്ന് പറഞ്ഞ് അവരെന്നെ ഫോളോ ചെയ്യാൻ ആരംഭിച്ചു. ഇതാണ് ശരിക്കും സംഭവിച്ചത് എന്ന് ജോൺ പറയുമ്പോൾ അവിടെയുള്ള ഈഡിറ്റിന് ഒരുപാട് ദേഷ്യമാവുകയാണ്. നീ ജീസസിനെ തന്നെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. ഇത് കേൾക്കുന്നതും അവിടെയുള്ള ഒരാൾ, അപ്പോൾ ഹിന്ദു, മുസ്ലിം അങ്ങനെയുള്ള മതങ്ങളിൽ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ, ഗായ്സ്, ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. മതപരമായി നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളിൽ ഭൂരിഭാഗവും കള്ളങ്ങളാണ്. അതെല്ലാം മനുഷ്യർ തന്നെ ഉണ്ടാക്കിയ വെറും മിത്തുകൾ മാത്രമാണ്. എന്നാൽ ചില കാര്യങ്ങൾ സത്യങ്ങളുമാണ്. അത് മറച്ചുവെക്കാനോ ഇല്ലാതാക്കാനോ ഒരാൾക്കും തന്നെ സാധിക്കില്ല എന്ന് ജോൺ പറയുന്നതും അവിടെയുള്ളവരെല്ലാം ഒരുപാട് ടെൻഷൻ ആവുകയാണ്. അതെങ്ങനെ? ദൈവമില്ല, നീയാണ് ജീസസ് എന്നെല്ലാം നിനക്ക് പറയാനാവുക എന്നെല്ലാം പറഞ്ഞ് അവർ ജോണിനോട് ദേഷ്യപ്പെടാൻ ആരംഭിക്കുന്നതും, ഗൈസ്, നിങ്ങളാരും ടെൻഷൻ ആവേണ്ട, ഇത് വെറും ഒരു പ്രാങ്ക് മാത്രമാണ്. ഇത് കണ്ടോ ക്യാമറ? ഞാൻ ഈ പറഞ്ഞതെല്ലാം ഞാൻ വായിച്ചൊരു ബുക്കിലെ കഥ മാത്രമാണ്. ഇന്നത്തോടെ ഞാൻ വേറൊരു നാട്ടിലേക്ക് പോവുകയല്ലേ.
അപ്പോൾ നിങ്ങൾ എന്നെ ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു പ്രാങ്ക് ചെയ്തത് എന്ന് ജോൺ പറയുകയാണ്. അത് കേൾക്കുമ്പോഴാണ് അവിടെയുള്ളവർക്കെല്ലാം സമാധാനമാവുന്നത്. ഇതെല്ലാം ഒരു പുസ്തകത്തിലെ സ്റ്റോറി ആയിരുന്നു എന്ന് പറഞ്ഞ് ഓരോരുത്തരായി അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ അതിൽ സാൻഡി എന്നൊരു പ്രൊഫസർ മാത്രം അവിടെ തന്നെ ഇരിക്കുകയാണ്. എന്താണെന്നാൽ അവർക്ക് ജോണിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. മറ്റാളുകളെല്ലാം വീടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ വില്ല് മാത്രം വീടിനുള്ളിൽ നിൽക്കുകയാണ്. വീടിന് പുറത്ത് ജോണും സാൻഡിയും സംസാരിക്കുകയാണ്. അല്ല ജോൺ, നീ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ബുക്കിലെ കഥയാണോ? അല്ല സാൻഡി, അതെല്ലാം സത്യമാണ്. എന്നാൽ അതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെല്ലാം ഒരുപാട് ടെൻഷനാവുന്നത് ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഒരു ബുക്കിലെ സ്റ്റോറിയാണെന്ന് പറഞ്ഞത്. അങ്ങനെയാണോ? ആരും നിന്നെ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ നീ പറയുന്നതെല്ലാം വിശ്വസിക്കാം. അല്ല ജോൺ, നീ ഇത്രയും വർഷം ജീവിച്ചതല്ലേ, അപ്പോൾ നിനക്ക് ഒരുപാട് ഭാര്യമാരും മക്കളും ഉണ്ടായിരിക്കുമല്ലോ എന്ന് സാൻഡി പറയുമ്പോൾ, നീ പറഞ്ഞത് ശരിയാണ് സാൻഡി, എനിക്ക് ഒരുപാട് ഭാര്യമാരും മക്കളും ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ കാലവും എനിക്ക് അവരോടൊപ്പം ജീവിക്കാനാവില്ല. അതുകൊണ്ട് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഞാൻ അവരെയെല്ലാം ഉപേക്ഷിച്ച് വേറെ നാട്ടിലേക്ക് പോവും എന്ന് പറയുകയാണ് ജോൺ. ഇപ്പോൾ നിന്റെ പേര് ജോൺ എന്നാണല്ലോ, അപ്പോൾ പണ്ടൊക്കെ നിന്റെ പേര് എന്തായിരുന്നു? നീ വിശ്വസിക്കുമോ എന്നറിയില്ല, എല്ലാ തവണയും എന്റെ പേര് ജോൺ എന്ന് തന്നെയാണ് ആരംഭിക്കുക. ജോൺ ജാക്സൺ, ജോൺ പോൾ, ജോൺസൺ അങ്ങനെയുള്ള പേരുകളാണ് ഞാൻ സ്വീകരിക്കാറ്. 60 വർഷങ്ങൾക്ക് മുൻപ് ഹവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആയിരിക്കുമ്പോൾ എന്റെ പേര് ജോൺ തോമസ് പാർട്ടി എന്നായിരുന്നു എന്ന് ജോൺ പറയുമ്പോൾ, ഇല്ല, അങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല എന്നൊരു ഞെട്ടലോടെ പറയുകയാണ് പിറകിൽ നിന്ന് ഇതെല്ലാം കേട്ട ഡോക്ടർ വിൽ. 60 വർഷങ്ങൾക്ക് മുൻപ് ഹവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുമ്പോൾ നിന്റെ പേര് ജോൺ തോമസ് പാർട്ടി എന്നായിരുന്നെന്നോ? ഇല്ല, അങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ വളരെ ടെൻഷൻ ആവുകയാണ്. എന്തിനാണ് അയാൾ ടെൻഷൻ ആകുന്നതെന്നാൽ ഈ ഡോക്ടർ വില്ലിന്റെ അച്ഛനും 60 വർഷങ്ങൾക്ക് മുൻപ് ഹവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ ആയിരുന്നു. അയാളുടെ പേരും ജോൺ തോമസ് പാർട്ടി എന്ന് തന്നെയായിരുന്നു. ഞെട്ടി നിൽക്കുന്ന ഡോക്ടർ വില്ലിന്റെ അടുത്ത് വന്ന ജോൺ അയാളെ ചേർത്ത് നിർത്തിയ ശേഷം, ഞാൻ തന്നെയാണ് നിന്റെ അച്ഛൻ എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന വില്ല് ഷോക്കായി നിൽക്കുകയാണ്. നീ എന്റെ അച്ഛനാണെങ്കിൽ എന്റെ അമ്മയുടെ പേരെന്താണെന്ന് പറയേ എന്ന് വില്ല് ചോദിക്കുമ്പോൾ, നിന്റെ അമ്മയുടെ പേര് നോള എന്നാണ് എന്ന് കറക്റ്റായി പറയുകയാണ് ജോൺ. ഇത് കേൾക്കുന്ന വിൽ ഒരു നിമിഷം ഞെട്ടുന്നുണ്ടെങ്കിലും എവിടെയെങ്കിലും റിസർച്ച് ചെയ്ത് പറയാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ആർക്കും അറിയാത്തൊരു കാര്യം ജോണിനോട് ചോദിക്കുന്നു. ഞാനും എന്റെ അച്ഛനും അമ്മയും ഒരു ഡോഗിനെ വളർത്തിയിരുന്നു, അതിന്റെ പേരെന്താണ് എന്ന് വില്ല് ചോദിക്കുമ്പോൾ, അതിന്റെ പേര് ഓഫി എന്നാണ് എന്ന് വീണ്ടും കറക്റ്റായി പറയുകയാണ് ജോൺ. ഇത് കേട്ടതും ഈ ജോൺ തന്നെയാണ് തന്റെ അച്ഛനെന്ന് വില്ല് കൺഫേം ആക്കുകയാണ്. ഇത്രയും വലിയൊരു രഹസ്യം കേട്ടതും അത് താങ്ങാനാവാതെ ഹാർട്ട് അറ്റാക്ക് വന്ന് താഴെ വീഴുകയാണ് വില്ല്. ജോണും സാൻഡിയും ഉടനെ തന്നെ ആംബുലൻസിലേക്ക് വിളിച്ചെങ്കിലും അവർ എത്തുന്നതിന് മുമ്പ് ഡോക്ടർ വില്ല് മരണപ്പെടുകയാണ്. അതായത് ജോണിന്റെ മകൻ ജോണിന്റെ മുൻപിൽ വെച്ച് തന്നെ മരണപ്പെടുന്നു. അടുത്ത ദിവസം ജോൺ ആ നാട് വിട്ട് വേറെ നാട്ടിലേക്ക് പോവാൻ നിൽക്കുകയാണ്. കൂടെ ആ പ്രൊഫസർ സാൻഡിയും ഉണ്ടായിരുന്നു. സോ അവർ രണ്ടുപേരും വേറെ നാട്ടിലേക്ക് പോയി ഒരുമിച്ച് ജീവിക്കാൻ പോവുകയാണ്. ഈ സീൻ കാണിച്ചുകൊണ്ടാണ് ദ മാൻ ഫ്രം എർത്ത് എന്ന മൂവി അവസാനിക്കുന്നത്. മൂവി ശരിക്കും ഇവിടെ അവസാനിക്കുന്നില്ല. ഈ മൂവി റിലീസാവുന്നത് 2007 അത് കഴിഞ്ഞ് കൃത്യം 10 വർഷത്തിന് ശേഷം ഇതിന്റെ സെക്കൻഡ് പാർട്ടും റിലീസായിരുന്നു. മൂന്നാമത്തെ പാർട്ടും ഇനി 2027 റിലീസാവും. മൂവിയിൽ 10 വർഷത്തിന് ശേഷം വേറെ നാട്ടിലേക്ക് പോകുമെന്ന് പറയുന്നത് പോലെ കൃത്യം 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിന്റെ ഓരോ പാർട്ടായി റിലീസാവുന്നത്. സോ ഇതിന്റെ സെക്കൻഡ് പാർട്ട് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ് ചെയ്യുക. സോ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇതൊരു മൂവിയുടെ സ്റ്റോറി മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഇനിയും ഇതുപോലുള്ള എക്സ്പ്ലനേഷൻ വീഡിയോസ് കാണാനായി എക്സ്പ്ലനേഷൻസ് ഫയൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ.